പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ എംഎൽഎ അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് സിബിഐ കോടതി 10 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. വിധി ജനുവരി 3-ന് പ്രഖ്യാപിക്കും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടു. 1 മുതൽ 8 വരെയുള്ള പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ, പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, KM സുരേഷ്, K അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, A അശ്വിൻ, സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. 10-ാം പ്രതി T രഞ്ജിത്ത്, 14-ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയായ K മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണു സുര, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരാണെന്നും കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 4 പേരെയും CBI പ്രതി ചേർത്ത 6 പേരെയും കോടതി വെറുതെ വിട്ടു. നമ്മൾ മാക്സിമം പ്രോസിക്യൂഷന് പറ്റുന്ന രീതിയിലൊക്കെ കേസ് നടത്തി, നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. കോടതി സ്റ്റാഫുകളും ബാക്കി അവിടുത്തെ നാട്ടുകാരും സാക്ഷികളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം ബാക്കി ഒപ്പീനിയൻ പറയാം. CBI കെട്ടിപ്പൊക്കിയ കഥ വിശ്വസനീയമല്ലെന്ന് കോടതി പറഞ്ഞെന്നും 15 മുതൽ 19 വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയ ഗൂഢാലോചന പൊളിഞ്ഞെന്നും പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ CBI കൊട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കുറ്റക്കാരല്ല എന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. 15-ാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാതീതനായി. ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും വധശിക്ഷ നൽകണമെന്നും പ്രതി കോടതിയെ അറിയിച്ചു. തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 3-ന് വിധിക്കും. CBI അന്വേഷണത്തെ എതിർത്ത സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ കോടതി വിധി. ഉദുമ മുൻ MLA അടക്കം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്തായിരിക്കും കോടതിയുടെ വിധി എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വിധിയിൽ തൃപ്തിയില്ലെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. വെറുതെ വിട്ടവരും കുറ്റക്കാരാണ്. നിയമവശങ്ങൾ പരിശോധിച്ച് അപ്പീൽ പോകും. കൊലപാതകവും ഗൂഢാലോചനയും തെളിയിക്കാൻ കഴിഞ്ഞതിൽ ആശ്വാസമുണ്ടെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. 14 പേരെ സൃഷ്ടിച്ചതിൽ നേതാക്കന്മാർ പെട്ടു. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് എല്ലാം ഇത് ഒത്താശ ചെയ്ത് കൊടുത്ത ഈ KV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ വീട്ടിൽ പോയി സ്വന്തം ഭാര്യ, പിതാവിന്റെ ഭാര്യയോട് മൊഴി മാറ്റി പറയാൻ ഇതൊക്കെയാണ് പിന്നാണ്. അതുപോലെ ഇവര് കുട്ടികളെ വസ്ത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വെളുത്തുള്ളി പോയി വെളുത്തുള്ളി കത്തിച്ച് കളഞ്ഞതാണ്. വെളുത്തുള്ളി മണിയാണ് ഇത് കത്തിക്കാനും കൂട്ടുന്നത്. പിന്നെ ബാക്കി ഇവർക്ക് 14 വകി ഗവൺമെന്റ് വക്കീലായിട്ട് അന്വേഷിച്ച് ഞങ്ങളെ അവർ മുമ്പോട്ട് പോകും. കോടതി കുറ്റക്കാരെ കണ്ടെത്തിയതിൽ, കൊലപാതക കുറ്റം തെളിയിക്കാൻ പറ്റിയതിൽ, ഈ 10-14 പേർക്കെതിരെ കൊലകുറ്റം ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയതില്ല. ഈ സന്തോഷം അല്ല, ഒരു കൃതജ്ഞതയുണ്ട്. ആ കോടതിയിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ അവർ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ പോരാട്ടം നടത്തും. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സംഭവിച്ചു. കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. നമ്മൾ പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഈ രീതിയിൽ പൂർണ്ണ തൃപ്തരല്ല. 14 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. അവർക്കെതിരെ നല്ല ശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും 10 പേര് പുറത്തു പോകുന്നതിന് ആ ഒരു സങ്കടം കുടുംബത്തിനുണ്ട്. അതിനെതിരെ നമ്മുടെ ഒരു നിയമ പോരാട്ടം തന്നെയാണ് നടത്തിയത്. നമ്മുടെ കുടുംബവും നാട്ടുകാരും എല്ലാവരും, പ്രസ്ഥാനവും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പോരാടിയതിനനുസരിച്ചുള്ള ഒരു വിധി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞത് നിയമ പോരാട്ടത്തിന്റെ വിജയമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. എങ്കിലും കോടതി വെറുതെ വിട്ടവർക്കെതിരെ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിൽ കുറ്റം ചെയ്യാത്തവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM. പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് സ്വാഗതാർഹമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ അപ്പീൽ പോയതിനെ വിമർശിക്കുന്നതിനൊപ്പം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ CPM ആണെന്നും നേതാക്കൾ ആവർത്തിക്കുന്നു. കോടതി വെറുതെ വിട്ടവർക്കെതിരെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും.
കൊലപാതകം ചെയ്തതും ചെയ്യിച്ചതും എല്ലാം ചെയ്തത് CPM ആണ്. ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയത് CPM-ഉം സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിയാണ്. പൊതുജനങ്ങളുടെ നികുതി പണം വരെ അതിനുവേണ്ടി ചെലവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 പ്രതികളെ കുറ്റക്കാരില്ലെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കുടുംബവുമായി ആലോചിച്ച് അതിനെതിരായി അപ്പീൽ പോകും. ഇന്നിപ്പോ കേസിന്റെ അകത്ത് വിധിയായി ഇന്ന ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു. ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും. CPM-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റ ഒരു തിരിച്ചടി തന്നെയാണ്. പല കേസുകളിലും ഏറ്റവും അധികം വരുന്നത് പ്രതിസ്ഥാനത്ത് അവരാണ്. ഈ കേസിനകത്ത് ഈ 14 പേർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയവും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കുറ്റം ചെയ്യാത്ത പലരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആവർത്തിക്കുകയാണ് CPM. കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് ആർക്കും പൊതുവെ സ്വീകരിക്കാൻ കഴിയും. നിയമവാഴ്ചയിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇതിൽ ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്ക് ഏത് വകുപ്പിലാണ് പ്രകാരമാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത് അത് പരിശോധിക്കട്ടെ. ന്യൂസ് ബ്യൂറോസ്, News 18.